നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 1200 മിഥുനം 10 മുതൽ 16-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ, അതായത് 2025 ജൂൺ 24-ാം തീയതി മുതൽ ജൂൺ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം. മേടത്തിൽ ശുക്രനുണ്ട്, ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ, 3-ാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട്, 4-ൽ ബുധൻ, 5-ൽ ചൊവ്വ, കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. വിശാഖം നക്ഷത്രത്തിൽ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 4-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ ശനി, 6-ൽ ശുക്രൻ, 7-ൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ സൂര്യൻ, വ്യാഴം, 9-ാം ഭാവത്തിൽ ബുധൻ, 10-ാം ഭാവത്തിൽ ചൊവ്വ, കേതു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വൃശ്ചികൻ രാശിക്കാർക്ക് 9-ാം ഭാവത്തിൽ വരുന്ന ബുധൻ ഒരു പരിധിവരെ ആത്മീയമായ വിഷയങ്ങളോടുള്ള താല്പര്യം കൂടുന്ന വാരമാണ്. അതിന് ശ്രമിക്കണം. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള വലിയൊരു അനുകൂലമായ അവസരം വരുന്നുണ്ട്. ഇപ്പോഴൊരു മഴക്കാലമായ 4-അമ്പലവും 3-അമ്പലവും ഒക്കെ വരുന്ന സന്ദർശിക്കുന്ന ജനങ്ങൾ അതിനായി തിരഞ്ഞെടുക്കുന്ന മാസങ്ങളൊക്കെ തന്നെയാണ്. അവിടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒരു ആത്മീയമായ ഉണർവ് വരും ഈ വ്യക്തികൾക്ക്. ധാർമ്മികമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുമെന്നാണ്. അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങൾ വേണ്ട പൂജകളൊക്കെ ചെയ്യണം നിർബന്ധമായും. കാരണം സമയദോഷമുണ്ട്, അഷ്ടമ വ്യാഴമാണ്. ആദിത്യനും 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർമ്മ മേഖലയിൽ വളരെയധികം തടസ്സങ്ങളുണ്ടാകാം. അതിനൊരു ശാന്തി എന്ന കണക്കെ ക്ഷേത്ര സന്ദർശനം വളരെ നല്ലതാണ്. തൻ്റെ ബോസ് തന്നോട് വളരെയധികം വിപ്രതിപത്തി പ്രകടിപ്പിക്കുന്ന വാരമാണ്. കർമാധിപനായ സൂര്യൻ അഷ്ടമത്തിൽ വരുമ്പോൾ നൃപശിവ പിതൃകോപ, നൃപൻ്റെ കോപമുണ്ടാകാം, പിതാവിൻ്റെ കോപമുണ്ടാകാം, ശിവൻ്റെ കോപമുണ്ടാകാം, രാജകോപം വരും. അതിനാൽ തന്നെ ജോലിയിൽ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ നോക്കുക. സാമ്പത്തിക തിരിമറി തനിക്കെതിരെ ആരോപണം വരുന്ന വലിയൊരു വാരമാണ്. അതിനാൽ വളരെയധികം സാമ്പത്തിക വിഷയത്തിൽ താൻ ചെയ്യുന്ന ജോലി സങ്കേതങ്ങൾ അല്ലെങ്കിൽ അന്യരുടെ സാമ്പത്തിക വിഷയം താൻ കൈകാര്യം ചെയ്യുന്നതൊക്കെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പേരുദോഷം വരും. കള്ളനെന്ന വിളിപ്പേര് തനിക്ക് വരും. അപ്രകാരം തന്നെ തീവ്രമായ മതം പ്രകടിപ്പിക്കുക. 7 ചന്ദ്രൻ വരുമ്പോൾ അങ്ങനെയാണ്. മതം കൂടി അത് അപകടത്തിലേക്ക് ചെല്ലുക. പലപ്പോഴും സ്നേഹബന്ധങ്ങൾ പൊട്ടിത്തകരുന്ന വാരമാണ്. ശുചസ്നേഹത, സ്നേഹത്തിലൂടെ ദുഃഖം വരും. ശുക്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. തൻ്റെ ഭാര്യ തന്നെ ശത്രുവായി വരുന്ന സമയമാണ്. അതിനാലാണ് ഞാൻ പറഞ്ഞത് 7 ചന്ദ്രൻ വരുമ്പോൾ യൂഷ്യൂസ് തീവ്രമതോ മതേ, തീവ്രമായ മതം പ്രകടിപ്പിക്കുമെന്നാണ്. ഡയറക്ഷൻ മാറിപ്പോകരുത്. തൻ്റെ സ്നേഹം, കാമം ഭാര്യയോട് മാത്രം പ്രകടിപ്പിക്കുക. ഇല്ലെങ്കിൽ ആ കാമത്തിലൂടെ തനിക്ക് പേരുദോഷം വരും. ഭാര്യ ഇറങ്ങിപ്പോകും. അറിയാതെ സ്ത്രീ വിഷയത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോകും. വൃശ്ചികൻ രാശിക്കാർക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് ഈ വിഷയത്തിലേക്ക്. കർമ്മമേഖലയിൽ ശത്രുക്കൾ ധാരാളം വരും. 6-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. രിപോജായതേ വിഗ്രഹേണാഭിരാജ ജിതാസ്തഹി ഭൂയോ വിധോ സമ്പദന്തി. ശത്രു വരും, യുദ്ധം ജയിക്കും, വീണ്ടും ശത്രു വരും, വീണ്ടും ശത്രുവിനെ ഉന്മൂലനം ചെയ്യേണ്ടി വരും. നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ ഒരു കർമ്മമുട്ട്, ശത്രുമുട്ട് രണ്ടും ചെയ്യണം. ശത്രുസംഹാരം കുരുതി ചെയ്ത് ശത്രു സംബന്ധിച്ച ദോഷങ്ങൾ തീർക്കണം. പലപ്പോഴും തൻ്റെ കർമ്മമേഖലയിൽ തൻ്റെ ഹയർ അതോറിറ്റിയായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ വരും, കേസ് വരും. അവിടെയൊക്കെ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഈ ഒരു വാരം. നമുക്ക് ശക്തി കുറയുമ്പോൾ നാം എന്ത് ചെയ്യണം? ആ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുക. കാലസ്യ ആത്മാനുകൂലത്വം, തൻ്റെ കാലം അനുകൂലമല്ലെങ്കിൽ താൻ എന്ത് ചെയ്യണം? ആ കാലത്തെ അനുകൂലമാക്കി എടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണം. അപ്പോൾ തർക്കത്തിന് പോകരുത്. ഉപായത്തിലൂടെയാണ് ഈ വാരം വൃശ്ചികൻ രാശിക്കാർ മുന്നോട്ട് നീങ്ങേണ്ടത്. ഉപായനത് യശക്യം നതച്ഛക്യം പരാക്രമേഹി ഉപായനൈവ കാകേന പേജക വിനിപാതിതാഹ. ആയിരക്കണക്കിന് മൂങ്ങകളെ കൊന്നൊടുക്കുന്നത് പഞ്ചതന്ത്രത്തിൽ ഒരൊറ്റ വൃദ്ധ വയസ്സൻ കാക്കയാകുന്നു. നശിപ്പിച്ചു കളഞ്ഞു ആയിരക്കണക്കിന് മൂങ്ങകളെ. അത് ഉപായമാണ്, തൻ്റെ ശക്തിയല്ല. വൃദ്ധനാണ്. അവിടെ തന്ത്രമാണ്, ഉപായമാണ്,
പഞ്ചതന്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥയാണ്. ഇവിടെ ശത്രുവിനെ സംഹരിക്കൽ പരാക്രമത്തിലൂടെയല്ല എന്ന് മനസ്സിലാക്കുക. ഉപായത്തിലൂടെ കാര്യങ്ങൾ നേടി മുന്നോട്ട് നീങ്ങണം വൃശ്ചികൻ രാശിക്കാർ. കർമ്മമേഖലയിൽ വളരെയധികം പേരുദോഷങ്ങളും ഉണ്ടാകാം. കാരണം അവിടെ നിൽക്കുന്നത് ചൊവ്വയും കേതുവുമാണ്. പാപേ കർമ്മഗതേ കർമ്മവിഹിതി ദുഷ്കീർത്തി ആജ്ഞാക്ഷതി ദാസാലംബനയോർ വിനാശനമപി സ്യാജാനുരുക്രോഷം. തുടകൾക്കും കാൽമുട്ടുകൾക്കും വേദന വരിക. ശത്രു വളരെയധികം കർമ്മമേഖലയിൽ ഉണ്ടാകും. കർമ്മ തടസ്സമുണ്ടാക്കുവർ. തൻ്റെ ഭൃത്യന് നാശമാണ്. ഭൃത്യന്മാർക്കുണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങളും ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ. ഏതാനും വൃശ്ചികൻ രാശിക്കാർക്ക് മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.